നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ ഈ കാണിച്ച? എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എനിക്കൊന്നും സംഭവിക്കില്ല. എന്നെ വിശ്വാസമില്ലേ കാക്കുത്തിക്ക്? ചില സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതാ കുച്ചേട്ടൻ. എന്നാലും കാക്കുത്തി, സാറേ, എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തതാ. ഞാൻ കൊണ്ടുപോയ കാശായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അങ്ങനെയായിരുന്നെങ്കിൽ കാശ് അവർ കൊണ്ടുപോകണ്ടേ? അതവർ ചെയ്തില്ലല്ലോ. ഞാനോ എൻ്റെ വീട്ടുകാരോ ചെയ്തതായിരുന്നെങ്കിൽ കാശും ബാഗ് കൊടുത്ത് മാറ്റില്ലായിരുന്നു സാർ. സാറൊന്ന് ആലോചിച്ചു നോക്ക്. നടന്നത് എന്താണെന്ന് അന്വേഷിക്കാതെ സാറ് ഞങ്ങളെ സംശയിക്കുന്നത് എന്തിനാ? സർ, ആ പെട്ടി ഇവിടെ ഉള്ളതല്ലെന്ന് ഞാനല്ലേ ആദ്യം പറഞ്ഞത്. ഈ കേസില് എല്ലാവർക്കും ഒരു ബന്ധമുണ്ടെന്നുള്ളത് സംശയിക്കാം. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് എന്തോ സത്യമുണ്ടെന്ന് തോന്നുന്നു. ശരി, ഇത് ഞാൻ നോക്കിക്കോളാം. ആകാശ് ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് തരണം. സാറിന് ഇപ്പോഴും ഞങ്ങളെ സംശയമാണോ? ഇല്ല, പക്ഷേ പുറത്തുനിന്നുള്ള ഒരാളുടെ കൈയുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മോനെ, സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. മോൻ ഇപ്പൊ തന്നെ സ്റ്റേഷൻ പോയി പരാതി കൊടുക്ക്. ശരി അച്ഛാ. ആകാശ് പറയൂ. സർ, ഞാൻ ട്രഷറിയിലേക്ക് പോകുന്ന വഴി അവരെന്നെ എന്തോ അവരെന്നെ എന്തോ ഇഞ്ചക്ട് ചെയ്തു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സർ. പിന്നെ വീട്ടിൽ വെച്ച് വീട്ടുകാരെയും സാറിനെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റിയത്. സാർ, ട്രഷറിയിൽ അടയ്ക്കാൻ കൊണ്ടുപോയ കാശ എണ്ണി നോക്കിക്കോളൂ. ബൈജു സർ, ഇതിലെ ക്യാഷ് കൗണ്ട് ചെയ്ത് 15 ലക്ഷം ഉണ്ടോ എന്ന് നോക്കൂ. ശരി സർ. ഹലോ സർ, ഞാൻ PWD ചീഫ് എഞ്ചിനീയർ ശ്രേയ രാജേശ്വരിയാ. പറയൂ മാഡം. ഓഫീസിൽ നിന്ന് ട്രഷറിയിൽ അടയ്ക്കാൻ കൊണ്ടുപോയ കാഷുമായിട്ട് മുങ്ങിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിനെതിരെ ഞാനൊരു പരാതി നൽകിയിരുന്നു. അതിന്റെ അപ്ഡേറ്റ് അറിയാനായിരുന്നു. മാഡം, ഞങ്ങൾ ആകാശിനെ കണ്ടെത്തി. വെരി ഗുഡ് സർ. 15 ലക്ഷം രൂപയും റിക്കവർ ചെയ്തോ? ആ ക്യാഷ് ആകാശ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സർ, ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് വിചാരിച്ച് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാതിരിക്കരുത്. ഞാൻ തന്ന കംപ്ലൈന്റ് വെച്ച് FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കണം. മാഡം, ക്യാഷ് തിരികെ കിട്ടിയില്ലേ? ഇനി എന്തിനാ ആകാശിനെതിരെ നടപടി എടുക്കുന്നത്? സർ, ക്യാഷ് കിട്ടി, അത് ശരിയാ. പക്ഷേ അയാൾ ആ ക്യാഷുമായിട്ട് മുങ്ങാൻ ശ്രമിച്ചത് കുറ്റമല്ലേ? മാഡം പറയുന്ന പോലെ ആകാശ് മുങ്ങാൻ ശ്രമിച്ചിട്ടില്ല. ആകാശിനെ ആരോ കടത്തിക്കൊണ്ടുപോയതാ. അങ്ങനെ ആകാശ് പറഞ്ഞോ? അഥവാ അങ്ങനെ പറഞ്ഞ സർ, നിങ്ങളത് വിശ്വാസത്തിലെടുത്തോ? ഇതുപോലുള്ള ആളുകൾ രക്ഷപ്പെടാനായിട്ട് പലതും പറയും. ആകാശ് പറയുന്നത് വിശ്വസിക്കരുത്. മാഡം, ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആകാശിനെ കടത്തിക്കൊണ്ടുപോയത് ആരാണെന്ന് അന്വേഷിക്കണം. ഇതൊരു കൊട്ടേഷൻ ആണെന്നാ.
മാഡത്തിന് എന്ത് തോന്നുന്നു? സാർ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ മാഡം. സ്റ്റേഷനിൽ വന്ന് സൈൻ ചെയ്ത് ക്യാഷ് കൊണ്ടുപോയിക്കോളൂ. സർ എന്താ? കൗണ്ട് ചെയ്ത് സർ, കറക്റ്റാ. മാഡം, ക്യാഷ് 1 രൂപ പോലും കുറയാതെ 15 ലക്ഷമുണ്ട്. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് കളക്ട് ചെയ്തോളൂ. ഓക്കെ സർ.